നമസ്കാരം. എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന സ്ഥിരം ചോദ്യങ്ങളുണ്ട് അല്ലേ? റംസാൻ എന്ന് തുടങ്ങും? പെരുന്നാൾ എന്നായിരിക്കും? ഈ ചോദ്യങ്ങൾ കാരണം നമ്മുടെ വീടുകളിലും കൂട്ടുകാർക്കിടയിലും എപ്പോഴും തർക്കങ്ങളും ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതെല്ലാ വർഷവും ഇങ്ങനെ ആവർത്തിക്കുന്നത്? ഇസ്ലാമിക കലണ്ടറിനു പിന്നിലെ ഈ ആശയക്കുഴപ്പത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നോമ്പായിരിക്കാം. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു സാധാരണ കാര്യമായി മാറിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നോ? ഈ ആശയക്കുഴപ്പങ്ങളുടെ യഥാർത്ഥ കാരണമെന്തായിരിക്കും? നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. ഇത് വെറുമൊരു തീയതിയുടെ പ്രശ്നമല്ല അല്ലേ? ഒരേ വിശ്വാസത്തിലുള്ള ആളുകൾ ഒരേ ആഘോഷം വ്യത്യസ്ത ദിവസങ്ങളിൽ കൊണ്ടാടുന്നു. ഒരുമിച്ചു കൂടേണ്ട, സന്തോഷം പങ്കുവയ്ക്കേണ്ട സമയങ്ങളിൽ പോലും ഒരു അനൈക്യം വരുന്നു. ഇതിന്റെ ആഴം നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലാണ്. ഓക്കേ, അപ്പൊ നമുക്ക് ഈ ആശയക്കുഴപ്പത്തിന്റെ കാലണ്ടറിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. എവിടെയാണ് ഇതിന്റെ തുടക്കം? നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഈ തർക്കങ്ങളൊക്കെ ഇസ്ലാമിക കാലണ്ടറിന്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ്. പക്ഷേ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന സോഴ്സ് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. പണ്ടൊന്നും കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലത്രേ. അതെ, ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. ഈ സോഴ്സ് വാദിക്കുന്നതെന്താന്ന് വെച്ചാല്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കാലണ്ടറുണ്ടല്ലോ, അത് യഥാർത്ഥ കാലണ്ടറേ അല്ല, മറിച്ച് പിന്നീട് വന്നൊരു മാറ്റമാണ്, ഒരു ഇന്നൊവേഷനാണ് എന്നാണ്. ഇതാണ് ഈ വാദത്തിലെ ഏറ്റവും നിർണായകമായ പോയിന്റ്. ഈ മാറ്റത്തിന് കൃത്യമായ ഒരു ചരിത്രമുണ്ടെന്നാണ് ഈ സോഴ്സ് പറയുന്നത്. ഒരു പ്രത്യേക വ്യക്തി ഒരു പ്രത്യേക വർഷത്തിൽ നിലവിലുണ്ടായിരുന്ന കാലണ്ടറിനെ മൊത്തത്തിൽ മാറ്റിയെഴുതി. ഈ ടൈംലൈൻ നോക്കിയാൽ കാര്യം കുറച്ചുകൂടി വ്യക്തമാവും. ഇസ്ലാമിനു മുൻപും പ്രവാചകന്റെ കാലഘട്ടത്തിലും സീസണുകളുമായി ബന്ധമുള്ള ഒരു കാലണ്ടറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ക്രിസ്തുവർഷം 639-ൽ ആ സിസ്റ്റം ഉപേക്ഷിച്ച് പുതിയൊരു കാലണ്ടർ കൊണ്ടുവന്നു. ഇതാണ് ഈ സോഴ്സ് മുന്നോട്ടുവെക്കുന്ന ചരിത്രം. ഈ രണ്ട് കാലണ്ടറുകളും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ചാന്ദ്ര കലണ്ടർ പ്രകാരം റമദാൻ എല്ലാ കാലാവസ്ഥയിലൂടെയും ഇങ്ങനെ കറങ്ങിവരും. ചിലപ്പോ കട്ട ചൂടില്, ചിലപ്പോ നല്ല മഴയപ്പ്. എന്നാൽ ലൂണി സോലാർ കാലണ്ടർ അങ്ങനെയല്ല. അതിൽ റമദാൻ എപ്പോഴും ഒരേ സീസണില്, ഉദാഹരണത്തിന് വേനൽക്കാലത്ത് തന്നെ വരും. ഈ ഒരു വ്യത്യാസമാണ് ഈ മുഴുവൻ വാദത്തിന്റെയും അടിസ്ഥാനം. ശരി, ഇത്രയും വലിയൊരു കാര്യം പറയുമ്പോ അതിനെന്തെങ്കിലും തെളിവുകൾ വേണ്ടേ? വെറുതെ പറയാൻ പറ്റൂലല്ലോ. ഈ സോഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ എന്താണ് തെളിവുകൾ? പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ സോഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഖുറാനിൽ തന്നെയുള്ള ചില സൂചനകൾ. രണ്ട്, അറബി മാസങ്ങളുടെ പേരുകൾക്കു പിന്നിലെ അർത്ഥങ്ങൾ. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. നമുക്ക് ആദ്യത്തെ തെളിവ് നോക്കാം. ഖുർആനിലെ സൂറ ഖുറൈശ്. ഇതിൽ ശൈത്യകാലത്തെയും വേനൽക്കാലത്തെയും യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെ നമ്മുടെ കാലണ്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെയാണ് പോയിന്റ്. ഈ സോഴ്സ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ യാത്രകൾ എല്ലാ വർഷവും കൃത്യമായി ശൈത്യകാലത്തും വേനൽക്കാലത്തുമായിരുന്നെങ്കിൽ അവിടുത്തെ കാലണ്ടർ മാസങ്ങളും ആ സീസണുകളും തമ്മിലൊരു സ്ഥിരമായ ബന്ധം വേണ്ടേ? ഇന്നത്തെ കാലണ്ടർ വെച്ച് നോക്കിയാൽ അത് നടക്കില്ല. കാരണം ഹജ്ജ് നടക്കുന്ന മാസം പോലും ഓരോ വർഷവും ഓരോ സീസണിലല്ലേ വരുന്നത്. ഇനി അടുത്ത തെളിവ് ഇതിലും രസകരമാണ്. മാസങ്ങളുടെ പേരുകൾ തന്നെ. റബിയ എന്ന് വെച്ചാൽ വസന്തം എന്നാണർത്ഥം. റമദാൻ എന്നാൽ കഠിനമായ ചൂട്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് റമദാൻ ചിലപ്പോൾ നല്ല തണുപ്പത്തും വരാറില്ലേ? അപ്പോൾ ഈ പേരുകൾക്ക് എങ്ങനെ ഈ അർത്ഥം വന്നു? ഇതൊരു വലിയ ചോദ്യമാണ് അല്ലേ? അപ്പോൾ ചരിത്രവും ഭാഷയും നമ്മൾ നോക്കി. ഇനി ഈ സോഴ്സ് ഇതിനൊരു ദൈവശാസ്ത്രപരമായ തലം കൂടി നൽകുന്നുണ്ട്. അതായത് ഈ കാലണ്ടറിലുണ്ടായ മാറ്റം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നാണ് അവരുടെ വാദം. ഇതൊരു സാധാരണ ചരിത്രപരമായ മാറ്റമായിട്ടല്ല, മറിച്ച് ശരിയായ പാതയിൽ നിന്നുള്ളൊരു വ്യതിചലനമായിട്ടാണ് ഈ സോഴ്സ് ഇതിനെ കാണുന്നത്. ആരാധനകളുടെ സമയക്രമം തെറ്റിക്കാൻ പോന്ന ഒരു സംഭവം നടക്കുമെന്ന് ചില പ്രവചനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു. ഈ പ്രവചനമൊന്ന് ശ്രദ്ധിക്കൂ. ആളുകൾ റമദാനിന്റെ തുടക്കത്തിൽ നോമ്പ് മുറിക്കുകയും പെരുന്നാളിന് നോമ്പെടുക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന്. ഇതിന്റെ അർത്ഥമെന്താ? ഈ സോഴ്സ് പറയുന്നത് കാലണ്ടർ തെറ്റായതുകൊണ്ട് യഥാർത്ഥ റമദാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ നോമ്പ് നിർത്തിയേക്കാം, അല്ലെങ്കിൽ യഥാർത്ഥ പെരുന്നാൾ ദിവസം അറിയാതെ നോമ്പെടുത്തേക്കാമെന്നാണ്. ഈ പ്രശ്നത്തിന്റെയെല്ലാം അടിസ്ഥാനം ഈ ഒരു സംഖ്യയാണ്: 11 ദിവസം. ഓരോ വർഷവും ചാന്ദ്ര കലണ്ടർ സൗര കലണ്ടറിൽ നിന്ന് ഏകദേശം 11 ദിവസം പിന്നോട്ടു പോകുന്നു.
ഈ ചെറിയ വ്യത്യാസമാണ് വർഷങ്ങൾ കഴിയുമ്പോൾ മാസങ്ങളെ ഋതുക്കളിൽ നിന്ന് പൂർണ്ണമായും അടർത്തിമാറ്റുന്നത്. അതായത് ഈ 11 ദിവസത്തെ മാറ്റം കാരണം നമ്മൾ പുണ്യമാസങ്ങൾ ആചരിക്കുന്നത് ശരിയായ സമയത്തായിരിക്കില്ല. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ആ പഴയ പ്രവചനം സത്യമാവുകയാണെന്ന് വരെ ഈ സോഴ്സ് വാദിക്കുന്നു. അപ്പോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു കാലണ്ടർ മാറ്റം, ചില പ്രവചനങ്ങൾ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആശയക്കുഴപ്പം, ഇതെല്ലാം തമ്മിൽ എന്താണ് ബന്ധം? നമുക്കിതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ സോഴ്സിന്റെ വാദം ഇതാണ്. പണ്ട് ഋതുക്കളുമായി ബന്ധമുള്ള ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. അത് 639 മാറ്റപ്പെട്ടു. ഖുറാനും മാസങ്ങളുടെ പേരുകളും അതിന് തെളിവാണ്. ഈ മാറ്റം കാരണം നമ്മുടെ ആരാധനാ സമയങ്ങൾ തെറ്റിയിരിക്കാം. ഇന്നത്തെ എല്ലാ ആശയക്കുഴപ്പങ്ങളുടെയും മൂലകാരണം അതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും പെരുന്നാളിന് ഈ തർക്കം? ഈ സോഴ്സ് അനുസരിച്ച് ഉത്തരം ലളിതമാണ്. പ്രശ്നം മാസപ്പിറവി കാണുന്നതിലല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കാലണ്ടറിൽ തന്നെയാണ്. ഏകദേശം 1400 വർഷം മുൻപ് നടന്നൊരു മാറ്റമാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. ഈ വാദങ്ങൾ ശരിയോ തെറ്റോ ആകട്ടെ, ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട്. നമ്മൾ എന്നോ മറന്നുപോയ ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിശ്വാസങ്ങളെ, എന്തിന് നമ്മുടെ ആഘോഷങ്ങളെ വരെ എത്ര ആഴത്തിലാണ് രൂപപ്പെടുത്തുന്നത്? ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.